കമ്മ്യൂട്ടേറ്റീവ് ആൾജിബ്രയിൽ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ള നെക്സ്റ്റ് ടോപ്പിക് ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് ടു മൊഡ്യൂൾസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ടെൻസർ പ്രൊഡക്റ്റ്, അതിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചിട്ട്. ഓക്കെ, ടെൻസർ പ്രൊഡക്റ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു ബൈലീനിയർ മാപ്പ് എന്താണെന്ന് പറയണം. നമുക്ക് അറിയായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡെഫിനിഷൻ നോക്കാം. Definition: let M and P be three A modules. A mapping F from M cross N to P is said to be a bilinear if for each x belongs to M, the mapping y to f of xy of N into P is a linear, and for each y belongs to M, the mapping x maps to f of xy of M into P is a linear. അതായത് ഇത്രയേ ഉള്ളൂ. ഒരു മാപ്പ് എം എന്നും പിയും ഒക്കെ ഒരു എ മൊഡ്യൂൾസ് ആണ്. ഒരു മാപ്പ് എഫ് എം ക്രോസ് എൻ നിന്ന് പിയിലേക്കുള്ള ഒരു മാപ്പ് ബൈലീനിയർ ആണെന്ന് പറയും. എപ്പോ ആ മാപ്പ് രണ്ട് കമ്പോണൻസിനും, അതായത് എക്സ് എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ എക്സ് എം എന്നും വൈ എൻ എന്നുള്ള എലമെന്റ് ആയിരിക്കും. ഈ രണ്ട് വേരിയബിൾസിലും എക്സിലും വൈയിലും എഫ് ലീനിയർ ആണെങ്കിൽ ആ മാപ്പ് ബൈലീനിയർ ആണെന്ന് പറയും. അതായത് നമുക്ക് എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ഫസ്റ്റ് കമ്പോണന്റിൽ എക്സില് ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് ഈ രണ്ട് പ്രോപ്പർട്ടീസ്. എഫ് ഓഫ് എക്സ് കോമ വൈ വൺ സെക്കൻഡ് കമ്പോണന്റിൽ ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് എഫ് ഓഫ് എക്സ് കോമ വൈ വൺ പ്ലസ് വൈ ടു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ വൺ പ്ലസ് എഫ് ഓഫ് എക്സ് കോമ വൈ ടു ആവണം. ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എം ആൻഡ് വൈ വൺ കോമ വൈ ടു ബിലോങ്സ് ടു എൻ. സെക്കൻഡ് കമ്പോണന്റിൽ തന്നെ ലീനിയാരിറ്റി പ്രോപ്പർട്ടിയിൽ നെക്സ്റ്റ് പ്രോപ്പർട്ടി എഫ് ഓഫ് എക്സ് കോമ എ വൈ ഈക്വൽ ടു എ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ ആവണം. ഫോർ ഓൾ എ ബിലോങ്സ് ടു A and x belongs to M and y belongs to N. Okay. നെക്സ്റ്റ് ഇതേപോലെ ഫസ്റ്റ് കമ്പോണന്റിലും ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് ഈ തേർഡും ഫോർത്തും കണ്ടീഷൻ. ഓക്കെ, അതായത് എഫ് എന്നുള്ള മാപ്പ് എം ക്രോസ് എൻ എന്ന് പിയിലേക്കുള്ള മാപ്പ് ആണെങ്കിൽ രണ്ട് വേരിയബിളിലും എഫ് ലീനിയാരിറ്റി പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് ബൈലീനിയർ ആണെന്ന് പറയും. ഇനി എന്താണ് ഒരു ടെൻസർ പ്രോഡക്റ്റ് നോക്കാം. ഓക്കെ, ആദ്യം ടെൻസർ പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യാം, എന്നിട്ട് അത് അങ്ങനെ ഒരു മാപ്പ് എക്സിസ്റ്റ് ചെയ്യുമോ എന്നുള്ളത് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് നമുക്ക് ഡിഫൈൻ ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ടെൻസർ പ്രോഡക്റ്റ് ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ: let M comma n be a modules, then this tensor product of M and N, എമ്മും എന്നും തമ്മിലുള്ള ഒരു പ്രോഡക്റ്റ്, അത് നമ്മൾ ടെൻസർ പ്രോഡക്റ്റ് എന്നാണ് പറയാം. അത് എന്താന്ന് നോക്കാം. ദി ടെൻസർ പ്രോഡക്റ്റ് ഓഫ് എം ആൻഡ് എൻ is the pair T comma G, where T is a module and G is a map from M cross N to T is a bilinear map. Okay, with the property that for any A module P and any A bilinear map from F from M cross N to P, there exists a unique A linear mapping F from T to P such that F equal to F dash composite G. ഓക്കെ, ഇപ്പോൾ ടെൻസർ പ്രോഡക്റ്റ് എന്താന്ന് വിശദമായിട്ട് പറയാം. നമ്മളെ കയ്യിൽ രണ്ട് എ മൊഡ്യൂൾസ് ഉണ്ട്, എമ്മും എന്നും. ഒരു എമ്മിന്റെ എന്നിന്റെയും ടെൻസർ പ്രോഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പെയറാണ്, ടി കോമ ജി എന്നുള്ള ഒരു പെയർ. അതിൽ ടി എന്ന് പറഞ്ഞാൽ ഒരു എ മൊഡ്യൂള്, ജി എന്ന് പറഞ്ഞാൽ എം ക്രോസ് എൻ നിന്ന് ടിയിലേക്കുള്ള ഒരു ബൈലീനിയർ മാപ്പാണ്. ബൈലീനിയർ മാപ്പ് മാത്രമായിട്ടല്ല, ആ ബൈലീനിയർ മാപ്പ് ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആണ്. ഓക്കെ, പ്രോപ്പർട്ടി എന്താ നോക്കാം. ഫോർ എനി എ മൊഡ്യൂൾ P, ഒരു P എന്നുള്ള എ മൊഡ്യൂൾ ഉണ്ട്, ആൻഡ് എഫ് ഫ്രം എം ക്രോസ് എൻ ടു പി ഇസ് എ ബൈലീനിയർ മാപ്പ്. നമുക്ക് എം ക്രോസ് എൻ നിന്ന് പിയിലേക്ക് ഒരു ബൈലീനിയർ മാപ്പ് പറയാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വേണം?
ഒരു ലീനിയർ മാപ്പ് എക്സിസ്റ്റ് ചെയ്യും. അതായത് ഒരു എ ലീനിയർ മാപ്പ് എഫ് ടിന്ന് പിയിലേക്ക് എക്സിസ്റ്റ് ചെയ്യണം സച്ച് ദാറ്റ് എഫ് ഈക്വൽ ടു എഫ് ഡാഷ് കോമ്പോസിറ്റ് ജി. അതായത് ദർ എക്സിസ്റ്റ് എ യുണീക് ലീനിയർ മാപ്പിംഗ് എഫ് ഡാഷ് ഫ്രം ടി ടു പി സച്ച് ദാറ്റ് എഫ് ഈക്വൽ ടു എഫ് ഡാഷ് കോമ്പോസിറ്റ് ജി. അതായത് ഒരു ടെൻസർ പ്രൊഡക്റ്റ് എം എന്നും രണ്ട് എ മൊഡ്യൂൾസ് ആണ്. നമുക്ക് ഒരു ടെൻസർ പ്രൊഡക്റ്റ് എമ്മിൻ്റെ എന്നിൻ്റെ ഒരു ടെൻസർ പ്രൊഡക്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് എം ക്രോസ് എൻ നിന്ന് ഒരു എ മൊഡ്യൂൾ ടിയിലേക്കുള്ള മാപ്പാണ് ജി. അതിന് നമ്മൾ ജി എന്ന് വിളിച്ചു. സപ്പോസ് നമ്മൾക്ക് എം ക്രോസ് എൻ നിന്ന് വേറൊരു എ മൊഡ്യൂൾ ടിയിലേക്ക് ഒരു ബൈലീനിയർ മാപ്പ് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, ജി ബൈലീനിയർ ആണ്, എം ക്രോസ് എൻ നിന്ന് ടിയിലേക്ക്, എം ക്രോസ് എൻ നിന്ന് പിയിലേക്കുള്ള ഒരു ബൈലീനിയർ മാപ്പാണ് എഫ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എഫിന് എങ്ങനെ എഴുതാൻ പറ്റണം? എഫ് ഡാഷ് കോമ്പോസിറ്റ് ജി എന്നുള്ള രൂപത്തിൽ എഴുതാൻ പറ്റണം. എഫ് ഡാഷ് കോമ്പോസിറ്റ് ജി എന്ന് പറഞ്ഞാൽ അതിൽ എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ ടിന്ന് പിയിലേക്കുള്ള ഒരു ലീനിയർ മാപ്പ് എഫ് ഡാഷ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എഴുതിയ ഇതിലേക്ക് നോക്കിയാൽ നമുക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ, നമുക്ക് എമ്മിൻ്റെ എന്നിൻ്റെയും ഒരു ടെൻസർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എം ക്രോസ് എൻ നിന്ന് ടിയിലേക്കുള്ള ഒരു ബൈലീനിയർ മാപ്പാണ്. ആ ബൈലീനിയർ മാപ്പ് ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. എം ക്രോസ് എൻ നിന്ന് വേറൊരു എ മൊഡ്യൂൾ പിയിലേക്കുള്ള ഒരു ബൈലീനിയർ മാപ്പ് എഫ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ടിന്ന് പിയിലേക്കുള്ള ഒരു ലീനിയർ മാപ്പ് എഫ് ഡാഷ് നമുക്ക് ഡിഫൈൻ ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെ? എഫിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഡാഷ് കോമ്പോസിറ്റ് ജി. ഓക്കെ, എന്നുള്ള രൂപത്തിൽ ഒരു എഫ് ഡാഷ് എന്നുള്ള ഒരു ലീനിയർ മാപ്പ് ടിന്ന് എഫ് പിയിലേക്ക് നമുക്ക് ഡിഫൈൻ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു മാപ്പ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് എ മൊഡ്യൂൾസ് ഗിവൺ ആണെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരു ടെൻസർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ ടെൻസർ പ്രൊഡക്റ്റ് എന്തെങ്കിലും യുണീക്നെസ്, ഏതെങ്കിലും ഒരു രൂപത്തിൽ നമുക്ക് യുണീക്നെസ് പ്രോപ്പർട്ടി പറയാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതാണ് നെക്സ്റ്റ് പ്രൊപ്പോഷൻ. പ്രൊപ്പോഷൻ എന്ന് വായിക്കാം. ലെറ്റ് എം ആൻഡ് എൻ be a b a modules, then there exists a pair t comma g consisting of an a module t and then and a bilinear mapping ഇവിടെ a നാക്കണേ, and a bilinear mapping g from m cross n to t, g from m cross n to t with the following property given any a module p and any a bilinear map f from m cross n to p, there exists a unique a linear mapping f dash from t to p such that f equal to f dash composite g. In other words, every bilinear function on m cross n factors through p. Moreover, if t comma g and t dash comma g dash are two pairs with this property, അതായത് നമ്മളെ കയ്യിൽ തൊട്ടു മുന്നത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് രണ്ട് എ മൊഡ്യൂൾസ് തന്നാൽ നമുക്ക് ഒരു ടെൻസർ പ്രൊഡക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി അടുത്തത് പറയുന്നത് നോക്കുക, രണ്ട് ടെൻസർ പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ ടി ജി എന്നുള്ള ഒരു ടെൻസർ പ്രൊഡക്റ്റും ടി ഡാഷ് ജി ഡാഷ് എന്നുള്ള ടെൻസർ പ്രൊഡക്റ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ are two pairs with this property, then there exists a unique isomorphism j from t to t dash such that j composite g is equal to g dash. അങ്ങനെയാണെങ്കിൽ രണ്ട് ടെൻസർ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ടിന്ന് ടി ഡാഷിലേക്ക് ഐസോമോർഫിസം പറയാൻ പറ്റും. ഓക്കെ, ആസ് എ മൊഡ്യൂൾസ് ടിയും ടി ഡാഷും ഒക്കെ എന്തായിരിക്കും? ഐസോമോർഫിക് ആയിരിക്കും. അതായത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇങ്ങനെ ചുരുക്കിയിട്ട് പറയാം. ദി ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് ടു എ മൊഡ്യൂൾസ് എം ആൻഡ് എൻ എക്സിസ്റ്റ് and is unique up to isomorphism. ഞാൻ നേരത്തെ പറഞ്ഞ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും
ചുരുക്കിയിട്ട് ഇതാണ് പറയാം. രണ്ട് എ മോഡ്യൂൾസ് എം എന്നും എക്സിസ്റ്റ് ചെയ്താൽ എം എന്നും ഉണ്ടെങ്കിൽ അവർ തമ്മിലൊരു ടെൻസർ പ്രൊഡക്റ്റ് എക്സിസ്റ്റ് ചെയ്യും. ആ ടെൻസർ പ്രൊഡക്റ്റ് യുണീക്ക് അപ് ടു ഐസോമോർഫിക് ചെയ്യും. ഓക്കെ, നോട്ട്സിൽ യുണീക്ക്നെസ് ആണ് ആദ്യം പ്രൂവ് ചെയ്തത്. അത് നമുക്ക് ചെയ്യാം. നമുക്ക് ആദ്യം എക്സിസ്റ്റൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എക്സിസ്റ്റൻസ്. ഇപ്പോൾ നമ്മളെ കയ്യിൽ രണ്ട് എ മോഡ്യൂൾസ് ഉണ്ട് എന്ന് കരുതും, എമ്മും എൻ, രണ്ട് എ മോഡ്യൂൾസ്. നമ്മൾ സി എന്നുള്ള ഒരു ഫ്രീ എ മോഡ്യൂൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ലെറ്റ് സി ഡിനോട്ട് ദി ഫ്രീ എ മോഡ്യൂൾ എ എം ക്രോസ്. The elements of C are for the elements of C are formal എന്ന് വേണ്ട, അല്ലെങ്കിൽ found by the linear combinations അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. The elements of C are the linear combinations of elements of M cross N with the coefficients in A. അതായത് സി എന്നുള്ള എ മോഡ്യൂളിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ്. സി എന്നുള്ള എ മോഡ്യൂളിന് എന്ന് പറഞ്ഞാൽ നമ്മൾ എം ക്രോസ് എൻ എന്നുള്ള ഈ സെറ്റിലുള്ള ലീനിയർ കോമ്പിനേഷൻസ്, ഈ എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദി എലമെന്റ്സ് ഓഫ് സി ആർ ദി ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് എലമെന്റ്സ് ഓഫ് എം ക്രോസ് എൻ വിത്ത് ദി കോഎഫിഷ്യന്റ്സ് ഇൻ എ. That is, they are expressions in the form summation I run from 1 to n ai ordered pair xi yi, where ai belongs to a, xi belongs to m, ya belongs to n. അതായത് ലീനിയർ കോമ്പിനേഷന് എഴുതിയതാണ് സമ്മേഷൻ. ഇതായിരിക്കും നമ്മളുടെ സി എന്നുള്ള എ മോഡ്യൂൾ. ഓക്കെ, നമുക്ക് അതിന്റെ ഒരു സബ് മോഡ്യൂൾ കൺസിഡർ ചെയ്യാനുണ്ട്. ലെറ്റ് ഡി ബി ദി സബ് മോഡ്യൂൾ ഓഫ് സി ജനറേറ്റഡ് ബൈ ഓൾ എലമെന്റ്സ് ഓഫ് സി ഓഫ് ദി ഫോം ഓഫ് ദി ഫോളോയിങ് ടൈപ്സ്. നമ്മൾ ഡി എന്നുള്ള ഒരു സിന്റെ സബ് മോഡ്യൂൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഡീനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. ഡീനെ ഡിഫൈൻ ചെയ്യുന്നത് ഈ നാല് ടൈപ്പ് എലമെന്റ്സിന്റെ സ്പാൻ അല്ലെങ്കിൽ അവരുടെ ലീനിയർ കോമ്പിനേഷൻസ്, അത് സിന്റെ ഒരു സബ് മോഡ്യൂൾ ഫോം ചെയ്യും. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ഏതാണ്? എക്സ് പ്ലസ് എക്സ് ഡാഷ് കൊമ വൈ മൈനസ് എക്സ് കൊമ വൈ മൈനസ് എക്സ് ഡാഷ് കൊമ വൈ. രണ്ടാമത്തെ എലമെന്റ് എക്സ് കൊമ വൈ പ്ലസ് വൈ ഡാഷ് മൈനസ് എക്സ് കൊമ വൈ മൈനസ് എക്സ് കൊമ വൈ ഡാഷ്. തേർഡ് എ എക്സ് കൊമ വൈ മൈനസ് എ ഇൻറ്റു എക്സ് കൊമ വൈ. അതിൽ എ നമ്മുടെ മൊഡ്യൂൾ എയിലുള്ള എലമെന്റ് ആണ്. അതേപോലെ തന്നെ എക്സ് കൊമ എ വൈ മൈനസ് എ എക്സ് കൊമ വൈ. അവിടെയും എ എന്നുള്ളത് നമ്മുടെ മൊഡ്യൂളിലുള്ള എലമെന്റ് ആണ്. എക്സും വൈയും നോക്കുക. എക്സ് ഇവിടെ കൺസിഡർ ചെയ്യുന്ന എക്സുകൾ എവിടെ നിന്നായിരിക്കും? നമ്മുടെ മൊഡ്യൂൾ എം എന്നായിരിക്കും. വൈ എൻ എന്നായിരിക്കും. എ എന്നുള്ള ഇത് നമ്മുടെ മൊഡ്യൂളിലെ എലമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്തായി? സിന്റെ ഒരു സബ് മൊഡ്യൂൾ ഡി ആയി. അപ്പോൾ നമുക്ക് കോഷ്യൻ മൊഡ്യൂളിനെ കുറിച്ചിട്ട് പറയാം. അതിനെ നമ്മൾ ടി എന്ന് വിളിക്കുന്നുണ്ട്. ലെറ്റ് ടി ഈസ് ഈക്വൽ ടു സി കോഷ്യൻ മൊഡ്യൂൾ സി ഓർ ഡി. ദെൻ ടി ഈസ് ആൻ എ മൊഡ്യൂൾ. ഓക്കെ, ടി എന്നുള്ള കോഷ്യൻ മൊഡ്യൂൾ, ഡി എന്നുള്ള സബ് മൊഡ്യൂൾ വെച്ചിട്ടുള്ള കോഷ്യൻ മൊഡ്യൂൾ, അതാണ് ടി. അപ്പോൾ ഇനി നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് എടുക്കുന്നത് നമുക്കൊരു ടെൻസർ പ്രൊഡക്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എം ക്രോസ് എൻ നിന്ന് ടിയിലേക്കുള്ള ഒരു ബൈലീനിയർ മാപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു ബൈലീനിയർ മാപ്പ് കൺസ്ട്രക്ട് ചെയ്തെടുക്കാം. ഓക്കെ, ആ കൺസ്ട്രക്ഷൻ എങ്ങനെയാന്ന് നോക്കാം. ടി ആയിട്ട് നമ്മൾ സി ഓർ ഡി ആണ് കൺസിഡർ ചെയ്തതെന്ന് മനസ്സിലാക്കാം. ഫോർ ഈച്ച് basis element x comma y of C, let x cross y denotes its image in T. ഓക്കെ, നമ്മളൊരു മാപ്പ് ജിനെ ഡിഫൈൻ ചെയ്തെടുക്കുകയാണ്. ജി ഫ്രം എം ക്രോസ് എൻ ടു ടി. എം ക്രോസ് എൻ എന്തല്ല, നമ്മൾ എം സി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എം ക്രോസ് എന്നിനുള്ള എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻസ് ആണ്. ഓക്കെ, ടി എന്നുള്ളത് ആ സി എന്നുള്ള എ മൊഡ്യൂളിൽ
ഉള്ള ഒരു സബ് മൊഡ്യൂൾ ഡി കൺസിഡർ ചെയ്ത് അതിന്റെ കോഷ്യൻ മൊഡ്യൂൾ ടി. ഓക്കെ, നമ്മൾ ഇനി ചെയ്യുന്നത് എം ക്രോസ് എൻ നിന്ന് ആ ടിയിലേക്ക് ഒരു മാപ്പ്, നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു മാപ്പ് കൺസ്ട്രക്ട് ചെയ്യാണ്. ജി ഫ്രം എം ക്രോസ് എൻ ടു ടി ഡിഫൈൻഡ് ബൈ ജി ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു എക്സ് കോമ വൈ എന്നുള്ള ഓർഡർ പെയർ എവിടെ ഉണ്ടാകും? സിയിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന്റെ കോസെറ്റ് എക്സ് കോമ വൈ പ്ലസ് ഡി, അതാണ് നമ്മളുടെ എക്സ് ക്രോസ് വൈ. ഓക്കെ, എക്സ് ക്രോസ് വൈ, എക്സിന്റെ വൈന്റെ പ്രോഡക്റ്റ് എക്സ് ക്രോസ് വൈ, ടെൻസർ പ്രോഡക്റ്റ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ റിമാർക്സിൽ പറയാം. ദെൻ ടി ഈസ് ജനറേറ്റഡ് ബൈ ദി എലമെന്റ്സ് ഓഫ് ദി ഫോം എക്സ് ക്രോസ് വൈ. എക്സ് ക്രോസ് വൈ എന്നുള്ള എലമെന്റ്സ് വെച്ചിട്ട് നമുക്ക് ടി എന്നുള്ള മൊഡ്യൂളിനെ ജനറേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇനി ചെയ്യേണ്ടത് ജി ബൈലീനിയർ ആണ്. ഫസ്റ്റ് ജി ടെൻസർ പ്രൊഡക്റ്റ് ആവാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ ജി ബൈലീനിയർ ആണ്. ഓക്കെ, ഇപ്പോൾ ബൈലീനിയർ ആണെന്ന് കാണിക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് കമ്പോണന്റ്, ഫസ്റ്റ് വേരിയബിളിൽ ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം, സെക്കൻഡ് വേരിയബിളിൽ ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, വി ഹാവ് എക്സ് പ്ലസ് x2, y minus x1, y minus x2, y belongs to D. നമ്മൾ ഡീനെ കൺസ്ട്രക്ട് ചെയ്തപ്പോൾ ഇതേപോലുള്ള എലമെന്റ്സ് ഫസ്റ്റ് എലമെന്റ് ആണിത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാലും ഡി ആണ്. ഓക്കെ, ഡി എന്നുള്ള എ മൊഡ്യൂള് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത് ഈ രൂപത്തിലുള്ള 4 എ മൊഡ്യൂൾസ് ജനറേറ്റ് ചെയ്യുന്ന രൂപത്തിലാണ്. ഓക്കെ, അപ്പോൾ അതിലെ ഫസ്റ്റ് ടൈപ്പ് അത് എവിടെ ഉണ്ടാകും? ഡിയിൽ ഉണ്ടാകും. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? x1 പ്ലസ് x2, y മൈനസ് മൈനസിന് കോമൺ എടുത്താൽ മൈനസ് ഓഫ് x1, y പ്ലസ് x2, y ബിലോങ്സ് ടു ടി എന്ന് എഴുതാം. ഈ രണ്ട് എലമെന്റ്സിന്റെ ഡിഫറൻസ് ഡിയിൽ ഉണ്ടെങ്കിൽ ഈ രണ്ട് എലമെന്റ്സിന് കോസെറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സിംപ്ലൈസ് x1 plus x2, y plus d equal to x1, y plus x2, y plus d. അവിടെ കോസെറ്റിലുള്ള അഡിഷന്റെ ഡെഫിനിഷൻ കൊടുത്താൽ നെക്സ്റ്റ് സ്റ്റെപ്പായി x1 plus x2, y plus d is equal to x1, y plus d plus x2, y plus d. ഈ അഡിഷൻ നമ്മളുടെ കോഷ്യൻ മൊഡ്യൂളിലുള്ള അഡിഷൻ. ഓക്കെ, അപ്പോൾ ഇനി നമ്മളുടെ ജി എന്നുള്ള ഇതിന്റെ ഡെഫിനിഷൻ കൊടുക്കുക. ഇതിന് നമുക്ക് എന്ത് എഴുതാം? ജി ഓഫ് x1 പ്ലസ് x2, y ഈക്വൽ ടു, ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാം, ഒന്നില്ലെങ്കിൽ ഈ സ്റ്റെപ്പിലേക്ക് മാറ്റി എഴുതാം. ജീനെ നമ്മൾ ഇതേപോലെ ഒരു ഓപ്പറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് എഴുതിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ജീന്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ടും പറയാം. ജി ഓഫ് x1 പ്ലസ് x2, y is equal to g of x1, y പ്ലസ് ജി ഓഫ് x2, y. അതായത് നമുക്ക് എന്തായി? ഇപ്പോൾ ഫസ്റ്റ് കമ്പോണന്റിലുള്ള ലീനിയാരിറ്റി പ്രോപ്പർട്ടിന്റെ ഫസ്റ്റ് ലീനിയാരിറ്റി പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ. ജി ഓഫ് x1 പ്ലസ് x2, y ഈസ് ഈക്വൽ ടു ജി ഓഫ് x1, y പ്ലസ് ജി ഓഫ് x2, y. ഓക്കെ, സെക്കൻഡ് പ്രോപ്പർട്ടി എന്താണ്? സ്കേലാർ മൾട്ടിപ്ലിക്കേഷനിലുള്ള പ്രോപ്പർട്ടി, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് കമ്പോണന്റിൽ ഈ പ്രോപ്പർട്ടിക്ക് സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടി, അതായത് സെക്കൻഡ് കമ്പോണന്റിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടി സിമിലർ ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്തെടുക്കാം. അതാണ് ഇവിടെ കാണിച്ചത്. അത് നിങ്ങൾ റെഫർ ചെയ്താൽ മതി. നമ്മൾ എങ്ങനെയാണോ ജി ഓഫ് x1 പ്ലസ് x2, y is equal to ജി ഓഫ് x1, y പ്ലസ് ജി ഓഫ് x2, y എന്നുള്ളത് പ്രൂവ് ചെയ്തത്, സിമിലർ ആയിട്ട് നമുക്ക് എന്തും പ്രൂവ് ചെയ്യാം. ജി ഓഫ് x, y1 പ്ലസ് y2 is equal to ജി ഓഫ് x, y1 പ്ലസ് ജി ഓഫ് x, y2 എന്നുള്ളത് പ്രൂവ് ചെയ്തെടുക്കുക. അത് നിങ്ങൾ നോട്ട്സ് നോക്കിയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഫസ്റ്റ് കമ്പോണന്റിൽ ലീനിയാരിറ്റി പ്രോപ്പർട്ടിയിൽ സെക്കൻഡ് കണ്ടീഷൻ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ജി ഓഫ് എ എക്സ്, വൈ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ജി ഓഫ് എക്സ്, വൈ എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കമ്പോണന്റിൽ ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ സെക്കൻഡ് കമ്പോണന്റിൽ ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇനി എന്ത് വേണം? ജി ഓഫ് എക്സ്, എ വൈ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ജി ഓഫ് എക്സ്, വൈ എന്നുള്ളതും പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇത് ഞാൻ പ്രൂവ് ചെയ്യും.
ഇത് നിങ്ങൾ എക്സസൈസ് ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നോട്ട്സിലുണ്ട്. ഓക്കെ, റെഫർ ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ ഡി എന്നുള്ള സബ് മോഡ്യൂൾ ജനറേറ്റ് ചെയ്യുന്നത് ഉള്ള തേർഡ് എലമെന്റ് എക്സ് കോമ വൈ മൈനസ് എ ഇൻറ്റു എക്സ് കോമ വൈ. അതെവിടെ ഉണ്ടാകും? ഡിയിലുണ്ടാവും. കാരണം ഡി എന്ന് ജനറേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് എലമെന്റ് ഇതാ. വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് എഴുതാം? ഈ രണ്ട് എലമെന്റ്സിന്റെയും ഡിഫറൻസ് ഡിയിലുണ്ട്. അപ്പോൾ ആ രണ്ട് എലമെന്റ്സിന്റെയും കോസെറ്റുകൾ വിത്ത് റെസ്പെക്ട് ടു ഡി സെയിം ആയിരിക്കും. അതാണ് എഴുതിയത്. ഇനി ഇവിടെ കോസെറ്റുകളിൽ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ഡെഫിനിഷൻ കൊടുത്താൽ നമുക്ക് എ ഇൻറ്റു എക്സ് കോമ വൈ പ്ലസ് ഡി എങ്ങനെ എഴുതാം? എ ഇൻറ്റു എക്സ് കോമ വൈ പ്ലസ് ഡി എന്നുള്ള രൂപത്തിൽ എഴുതാം. അപ്പോൾ അതിനെ എങ്ങനെ മാറ്റി എഴുതാം? ബൈ ഡെഫിനിഷൻ ഓഫ് ജി. ഇതെന്താണ്? ജി ഓഫ് എ എക്സ് കോമ വൈ ആണ്. ദിസ് വിൽ ബി ഈക്വൽ ടു, ബൈ ഡെഫിനിഷൻ ഓഫ് ജി, ദിസ് വിൽ ബി ഈക്വൽ ടു എ ഇൻറ്റു ജി ഓഫ് എക്സ് കോമ വൈ. അതായത് നമ്മളുടെ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കമ്പോണന്റിൽ ലീനിയർ ആണ്, ഈ സെക്കൻഡ് കമ്പോണന്റിൽ ലീനിയർ ആണെന്നുള്ളത് ഈ കണ്ടീഷനൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. സിമിലർ ആയിട്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം. നിങ്ങൾ എക്സസൈസ് ആയിട്ട് ചെയ്യാം, നോട്ട്സിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്ത എം ക്രോസ് എൻ എന്ന് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന ടി എന്നുള്ള മൊഡ്യൂളിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള ജി എന്നുള്ള മാപ്പ് എന്താണ്? ബൈലീനിയർ ആണ്. അപ്പോൾ ജി ടെൻസർ പ്രൊഡക്റ്റ് ആവാനുള്ള ഫസ്റ്റ് കണ്ടീഷനായി ബൈലീനിയർ ആണ്. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ പ്രൂവ് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് കണ്ടീഷൻ എന്താ? നമുക്ക് എം ക്രോസ് എൻ എന്ന് പിയിലേക്കുള്ള ഒരു ബൈലീനിയർ മാപ്പാണ് എഫ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റണം? പിന്ന് പിയിലേക്ക് ഒരു എഫ് ഡാഷ് എന്നുള്ള ഒരു മാപ്പ് എക്സിസ്റ്റ് ചെയ്യണം. എഫിനെ നമുക്ക് എങ്ങനെയായിട്ട് എഴുതാൻ പറ്റണം? ജി കോമ്പോസ് എഫ് ഡാഷ് കോമ്പോസിറ്റ് ജി എന്നുള്ള രൂപത്തിലേക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കൺസിഡർ എനി എ മൊഡ്യൂൾ ആൻഡ് എനി എ ബൈലീനിയർ മാപ്പ് എഫ് ഫ്രം എൻ ക്രോസ് എൻ ടു പി. എനി എ മൊഡ്യൂൾ പി എന്നുള്ള any a module P and any a bilinear map f from m cross n to P. Define f bar from C to P. f bar എന്നുള്ള ഒരു മാപ്പ് സിന്ന് പിയിലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട് ബൈ എഫ്. സിയിലുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എം ക്രോസ് എന്നിലുള്ള എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ എഫ് ബാർ ഓഫ് സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to n എ ഐ എക്സ് ഐ കോമ വൈ ഐ ഈക്വൽ ടു എഫ് ബാറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to n എ ഐ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ കോമ വൈ ഐ. ഇതേ രൂപത്തിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തെടുക്കുന്നത്. ഓക്കെ, എഫ് ബാറിനെ നമ്മൾ എഫ് ഉപയോഗിച്ചിട്ട് ഡിഫൈൻ ചെയ്തു. ഓക്കെ, എഫ് ബാർ ഈ എലമെന്റിൽ ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എഫിനെ എവിടെ ആക്ട് ചെയ്യിപ്പിച്ചു കൊടുക്കുക? ഇവിടെ ആക്ട് ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ട്രിവിയലി അത് എവിടെ ഉണ്ടാകും? പിയിലുണ്ടാകും. അതായത് എഫ് ബാർ എന്നുള്ള മാപ്പ് വെൽ ഡിഫൈൻഡ് ആണ്. ദെൻ ബൈ ഡെഫിനിഷൻ ഓഫ് എഫ് ബാർ, എഫ് ഈസ് എ ലീനിയർ മാപ്പ്, അല്ലെങ്കിൽ എഫ് ബാർ ഈസ് എ ലീനിയർ. കാരണം എന്താ? എഫ് എ ലീനിയർ ആണ്. ഓക്കെ, എഫ് ബൈലീനിയർ ആണ്. എഫ് ബൈലീനിയർ ആണ്. അതുകൊണ്ട് തന്നെ ബൈ ഡെഫിനിഷൻ ഓഫ് എഫ് ബാർ എഫ് എന്താവേണ്ടി വരും? എഫ് ബാർ എന്താവേണ്ടി വരും? ലീനിയർ ആവേണ്ടി വരും. മോറോവർ എഫ് ബാർ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് എഫ്. ഓക്കെ, സിൻസ് എഫ് ഈസ് എ ബൈലീനിയർ, വി ഹാവ് എഫ് ബൈലീനിയർ ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഫ് ബൈലീനിയർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എഫ് ബാർ ഓഫ് എക്സ് പ്ലസ് എക്സ് ഡാഷ് കോമ വൈ മൈനസ് എക്സ് കോമ വൈ മൈനസ് എക്സ് ഡാഷ് കോമ വൈ. അതായത് നമ്മൾ ഡിയിൽ കൺസിഡർ ചെയ്യുന്ന ആദ്യത്തെ ഡി ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആദ്യത്തെ ടൈപ്പ് എലമെന്റ്. ഓക്കെ, എഫ് ബാർ അവിടെ ആക്ട് ചെയ്താൽ എന്ത് വരും? ഇതൊരു ലീനിയർ കോമ്പിനേഷൻ ആണ് അല്ലേ? അതായത് എം ക്രോസ് എന്നിലുള്ള ഒരു എലമെന്റ് ആണ് ഇത്. അപ്പോൾ എഫ് ബാർ അവിടെ ആക്ട് ചെയ്യാണ്. എഫ് ബാർ എങ്ങനെയാണ് അങ്ങനെയുള്ള ലീനിയർ കോമ്പിനേഷനിൽ ആക്ട് ചെയ്യാന്ന് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എഫ് എന്ത് ചെയ്താൽ മതി? ഇവിടെ ആക്ട് ചെയ്യിപ്പിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എഫിനെ ഇവിടെ ആക്ട് ചെയ്യിപ്പിച്ചു കൊടുക്കുക. ഈ ലീനിയർ കോമ്പിനേഷനിലുള്ള ഓരോ എലമെന്റ്സിലും ആക്ട് ചെയ്യിപ്പിച്ചു കൊടുക്കുക.
ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബൈ ഡെഫിനിഷൻ ഓഫ് എഫ് ബാർ ഷുഡ് ബി ഈക്വൽ ടു f into f of x plus x dash comma y minus f of x comma y minus f of x dash comma y. Okay, which should be equal to f linear ആണ്, bilinear ആണ്, ഫസ്റ്റ് കമ്പോണന്റിൽ ലീനിയർ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? f of x comma y plus f of x dash comma y minus f of x comma y minus f of x dash comma y. ഈ എഫും ഇവിടുത്തെ മൈനസ് എഫും ക്യാൻസൽ ചെയ്യുക. അതേപോലെ ഇതിന്റെ നെഗറ്റീവ് ആണ്, ക്യാൻസൽ ചെയ്താൽ ഈക്വൽ ടു 0. ഇതേപോലെ നമുക്ക് ഈ ഡി ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള എലമെന്റ്സിലൊക്കെ എഫ് ബാർ 0 ആണ് സിമിലർ ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. അത് നിങ്ങൾ എക്സസൈസ് ആയിട്ട് ചെയ്യും. എക്സസൈസ് ഓക്കെ. അങ്ങനെ വന്നാൽ ഡി ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ എലമെന്റ്സിലും എഫ് ബാർ എന്താണ്? വാനിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ലീനിയർ കോമ്പിനേഷനിലും എന്ത് വാനിഷ് ചെയ്യും? എഫ് ബാർ വാനിഷ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എഫ് ബാർ വാനിഷസ് ഓൺ ഓൾ ജനറേറ്റേഴ്സ് on D of T and hence on the whole D. ഡിയിലുള്ള എല്ലാ എലമെന്റ്സിലും എഫ് ബാർ വാനിഷ് ചെയ്യും. എഫ് ബാർ ഇവാലുവേറ്റ് ചെയ്താൽ വാനിഷ് ചെയ്യും. ആൻഡ് therefore it induces a well defined A linear mapping F dash T to P. അപ്പോൾ നമ്മൾ ഡിയിലുള്ള എല്ലാ എലമെന്റ്സിലും എഫ് ബാർ എന്ത് ചെയ്യും? വാനിഷ് ചെയ്യും. അപ്പോൾ കേർണൽ ഓഫ് എഫ് ബാറിന്റെ അകത്തായിരിക്കും ഡി ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് എന്നുള്ള ഒരു മാപ്പ് ടി എന്ന് പറഞ്ഞാൽ സി ഓവർ ഡി എന്നുള്ള പോർഷൻ മോഡ് ടിന്ന് പിയിലേക്ക് ഡിഫൈൻ ചെയ്ത് എടുക്കാം. എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. എഫ് ബാർ ഉപയോഗിച്ചിട്ട് എഫ് ബാർ ഓഫ് എക്സ് ക്രോസ് വൈ. എക്സ് ക്രോസ് വൈ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എക്സ് കൊമ വൈ പ്ലസ് ഡി ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് വൈ എക്സ് കൊമ വൈ പ്ലസ് ഡി ഈക്വൽ ടു f bar of x comma y, which will be equal to, by definition of f bar, which will be equal to എന്തായിരിക്കും? f of xy. ഓക്കെ, എഫ് ബാർ എന്ന് പറഞ്ഞാൽ ലീനിയർ കോമ്പിനേഷനിലുള്ള എലമെന്റ്സിൽ എഫ് ആക്റ്റേറ്റിക് ആണ്. ഇവിടെ ഒറ്റ എലമെന്റേ ഉള്ളൂ, അതുകൊണ്ട് അവിടെ എഫിന് ആക്റ്റേറ്റിക്. ദിസ് മാപ്പിംഗ് എഫ് ഡാഷ് ഈസ് യൂണിക്ലി ഡിഫൈൻഡ് ബൈ ദിസ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ എഫ് ഡാഷിന് നമുക്ക് എന്ത് എഴുതാം? എഫ് ഡാഷ് ഓഫ് എക്സ് ക്രോസ് വൈ ഈക്വൽ ടു എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് കോമ വൈ ആയിരിക്കും. നൗ എക്സ് ക്രോസ് വൈ എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ് കോമ വൈ. ഓക്കെ, which will be equal, which implies f dash of g of x comma y is equal to f of x comma y. That is f dash of f composite g of x comma y is equal to f of xy. അതായത് f composite g is equal to f. f composite g is equal to f. അപ്പോൾ നമുക്ക് എന്തായി? നേരത്തെ പറഞ്ഞ എഫിന് ഈക്വൽ ആയിട്ട് വരുന്ന രീതിയിൽ എഫ് ഡാഷ് എന്നുള്ള ഒരു മാപ്പ് എവിടുന്ന് എങ്ങോട്ടുണ്ട്? എഫ് ഡാഷ് എന്നുള്ള ഒരു മാപ്പ് ടിന്ന് പിയിലേക്കുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇപ്പോൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുത്തിട്ടുള്ള ടി എന്നുള്ള മൊഡ്യൂളും ജി എന്നുള്ള ബൈലീനിയർ മാപ്പും നമുക്കൊരു ടെൻസർ പ്രൊഡക്റ്റ് ആണെന്ന് പറയാം. അപ്പോൾ രണ്ട് എ മൊഡ്യൂൾസ് തന്നാൽ ആ മൊഡ്യൂൾസ് തമ്മിലുള്ള ടെൻസർ പ്രൊഡക്റ്റ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഇനി എക്സിസ്റ്റൻസ് യുണീക്ക് അപ് ടു ഐസോമോർഫിസ് ആണെന്ന് പറയാം. അതാണ് നെക്സ്റ്റ് പറയാനുള്ളത്, യുണീക്നെസ്. അപ്പോൾ രണ്ട് ടെൻസർ പ്രൊഡക്റ്റുകൾ അസ്യൂം ചെയ്യാം. സപ്പോസ് ടി കൊമ ജി ആൻഡ് ടി ഡാഷ് കൊമ ജി ഡാഷ് ആർ ടെൻസർ പ്രൊഡക്ട്സ് ഓഫ് എം ആൻഡ് എം. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ടിയും ടി ഡാഷും ഐസോമോർഫിക് ആണ് പ്രൂവ് ചെയ്താൽ മതി. Take T comma G as a tensor product, then G എന്തായിരിക്കും? G is a bilinear map from M cross N to T. അപ്പോൾ ടിയും ജിയും ടെൻസർ പ്രൊഡക്റ്റ് ആണ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ടി ആയിട്ട് എന്തിനെ ചൂസ് ചെയ്യുക? ടി ഡാഷ് ആയിട്ട് ചൂസ് ചെയ്യുക. എഫ് ആയിട്ട് ജി ഡാഷ് ആണ് ചൂസ് ചെയ്താൽ നമുക്ക് എന്ത് പറയാം? ടിന്ന് ടി ഡാഷിലേക്ക് ഒരു എ ലീനിയർ മാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നു പറയാം. There exists a unique A linear map J. J എന്നാണ് ഇവിടെ കൊടുത്ത നൊട്ടേഷൻ. J from T to T dash such that G dash is equal to J composite G. G dash is equal to J composite G. അതായത് T comma G ടെൻസർ പ്രൊഡക്റ്റ് ആണ് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെൻസർ പ്രൊഡക്റ്റിന്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട്
ജി ഡാഷ് ഈസ് ഈക്വൽ ടു ജെ കോമ്പോസിറ്റ് ജി ആയിട്ട് വരുന്ന രീതിയിൽ ഒരു ജെ ടീന്ന് ടി ഡാഷിലേക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഈ നേരെ തിരിച്ച് now take tensor product t dash g dash, then g dash from m cross n to t dash and is a bilinear map, and take p equal to t and f equal to g. നമുക്ക് ജി ഡാഷ് ടി ഡാഷും ടെൻസർ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ കേസിൽ നമുക്ക് എന്താ പറയാ, ടി ഡാഷിൽ നിന്ന് ടിയിലേക്ക് ഒരു ജെ എന്നുള്ളൊരു ജെ ഡാഷ് എന്നുള്ള രൂപത്തിൽ പറയാം. ഓക്കെ, അതായത് ഓക്കെ ജെ ഒരു ലീനിയർ മാപ്പ് ടി ഡാഷിൽ നിന്ന് ടിയിലേക്ക് എക്സിസ്റ്റ് ചെയ്യും. അതിനെ ഞാൻ ജെ എന്ന് വിളിക്കുന്നുണ്ട്, ജെ ഡാഷ് എന്ന് വിളിക്കുന്നുണ്ട്. സച്ച് ദാറ്റ് ജി ഈസ് ഈക്വൽ ടു ജെ ഡാഷ് കോമ്പോസിറ്റ് ജി ഡാഷ്. ഓക്കെ, നമുക്കറിയാം കോമ്പോസിഷൻ അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ മാപ്പുകളുടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ജെ ഡാഷ് കോമ്പോസിറ്റ് ജെ കോമ്പോസിറ്റ് ജി ഈസ് ഈക്വൽ ടു, നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി കൊടുത്താൽ ജെ ഡാഷ് കോമ്പോസിറ്റ് ജെ കോമ്പോസിറ്റ് ജി എന്നുള്ള രൂപത്തിൽ എഴുതാം. ജെ കോമ്പോസിറ്റ് ജി എന്തിന് ഈക്വൽ ആണ്, ജി ഡാഷിന് ഈക്വൽ ആണ്. അപ്പോ ജെ കോമ്പോസിറ്റ് ജി ഡാഷ് ആണെന്ന് പറയാം. ജെ കോമ്പോസിറ്റ് ജി ഡാഷ് സോറി ജെ ഡാഷ് കോമ്പോസിറ്റ് ജി ഡാഷ് ആണെന്ന് പറയാം. ജെ ഡാഷ് കോമ്പോസിറ്റ് ജി ഡാഷ് ജി ആണ്. അതായത് ജെ ഡാഷ് കോമ്പോസിറ്റ് ജി ഡാഷ് എന്തിന് എന്തിന് ഈക്വൽ ആയിരിക്കും, ജെ ഡാഷ് കോമ്പോസിറ്റ് ജെ കോമ്പോസിറ്റ് ജി ജിക്ക് ഈക്വൽ ആണ്. അതായത് ജെ ഡാഷ് കോമ്പോസിറ്റ് ജി ഡാഷ് എന്തിന് ഈക്വൽ ആയിരിക്കും, ടിയിലുള്ള ഐഡന്റിറ്റി മാപ്പിന് ഈക്വൽ ആയിരിക്കും, ദി ഐഡന്റിറ്റി മാപ്പ് ഓഫ് ടി. സിമിലർലി ഇതേപോലെ തന്നെ നമുക്ക് ജെ കോമ്പോസിറ്റ് ജെ ഡാഷ് ഐഡന്റിറ്റി മാപ്പ് ഓൺ ടി ഡാഷ് ആണ് ഇതേ രൂപത്തിൽ ചെയ്യാം. ഈ സ്റ്റെപ്സുകൾ നിങ്ങൾ റെഫർ ചെയ്താൽ മതി. ഓക്കെ, അതായത് ജെ എന്താണ്, ഇൻവേർട്ടിബിൾ ആണ്. J is invertible, that is J is bijective, hence J from T to T dash is an isomorphism, hence T and T dash are isomorphic. So G dash is equal to J composite G, and J is an isomorphism, which implies G is unique up to isomorphism. Therefore T comma G is unique up to isomorphism. Okay, അതായത് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് എന്താണ് ടെൻസർ പ്രൊഡക്റ്റ്, രണ്ട് മൊഡ്യൂൾസ് എന്നാൽ അവർ തമ്മിലുള്ള ഡിഫൈൻ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ടെൻസർ പ്രൊഡക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പ്രൊപ്പോഷനിൽ പറഞ്ഞത് എം എന്നും രണ്ട് എ മൊഡ്യൂൾസ് ആണെങ്കിൽ അവർ തമ്മിലൊരു ടെൻസർ പ്രൊഡക്റ്റ് എക്സിസ്റ്റ് ചെയ്യും. ആ ടെൻസർ പ്രൊഡക്റ്റ് യുണീക്ക് ആയിരിക്കും അപ് ടു ഐസോമോർഫിസം. ഓക്കെ, വീഡിയോ കാണുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും. ഓക്കെ, താങ്ക് യു.